6-ാമത്തെ. നമുക്ക് വളരെ സുപരിചിതമാകുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. ഇസ്രായേൽ ജനത്തിന്റെ വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്രയുടെ ഒരു സംഭവമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ഇതിന്റെ മുകൾ ഭാഗം 17-1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പലവിധമാകുന്ന കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു മെസ്സേജിനല്ല ഞാൻ നിൽക്കുന്നത്. ഈ ഒറ്റ വാക്യത്തിൽ നിന്നുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെട്ടു. നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് പറഞ്ഞു. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂ പ്രയാണത്തിൽ അവർ ദാഹിച്ചു വലഞ്ഞ സമയത്ത് മോശയോട് അവൻ പിറുപിറുത്തു. ഈ മരുഭൂമിയിൽ ദാഹജലം പോലും ലഭിക്കപ്പെടാതെ മരിക്കേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത്? ഈ സമയത്ത് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തന്റെ പ്രാർത്ഥന കേട്ട ദൈവം മോശയ്ക്ക് കൊടുത്ത മറുപടിയാ നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഒരു പാറയെ കുറിച്ച്, അല്ലെ? ഒരു പാറ. വേദപുസ്തകം പഠിക്കുമ്പോൾ പാറകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അനുഗമിച്ച പാറയെ കുറിച്ചും ഉറപ്പുള്ള പാറയെ കുറിച്ചും ശാശ്വതമാകുന്ന പാറയുണ്ട്, അല്ലെ? അടിസ്ഥാന പാറയുണ്ട്. മനസ്സിലായോ? അനുഗമിച്ച പാറയുണ്ട്, അടിസ്ഥാന പാറയുണ്ട്, ശാശ്വത പാറയുണ്ട്, ബലത്തിന്റെ പാറയുണ്ട്. അങ്ങനെ കുറെ പാറകളെ കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നു. ഈ പാറയുടെ ഒരാൾ, ഈ പാറയെല്ലാം ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 10-4. 1 കൊരിന്ത്യർ 10-4. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന്, എല്ലാരും ഒരേ ആത്മീയ പാനീയം കുടിച്ച് അവരെ അനുഗമിച്ച ആത്മീയ പാറ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകും. ഹല്ലേലൂയ. ഒറ്റ പാറയുള്ളൂ. ആ പാറ ആരാണ്? കർത്താവായ ക്രിസ്തു. അത് അനുഗമിച്ച പാറ. ഹല്ലേലൂയ. അനുഗമിച്ച ആ പാറ വേറെ ആരുമല്ല, ക്രിസ്തു. ഇന്നാളൊരാള് ഇതുപോലെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. ഈ പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരു ദൂത് പറഞ്ഞു, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പാറകൾ പോലെ നിൽക്കുന്ന ചില പൈശാചികത എന്ത് ചെയ്യാ? മാറാൻ പോവാ. ഈ ഭാഗം എടുത്തിട്ടാ ദൂത് പറഞ്ഞു.
അപ്പൊ അത് കേട്ടപ്പോ ഞാൻ മെസ്സേജ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്ററെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താ ഈ പാറ? ഏത് പാറ ഈ പാറ? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നിങ്ങൾ പ്രസംഗിച്ച പാറ ഏത് പാറയാണ്? എന്നോട് പറഞ്ഞു, അത് ക്രിസ്തു എന്ന പാറയാണ്. ക്രിസ്തു എന്ന പാറ എങ്ങനെയാ തടസ്സമാകും? ക്രിസ്തു എന്ന പാറ എങ്ങനെയാ ഒരു പ്രതികൂലമാകും? ക്രിസ്തു എന്ന പാറ എങ്ങനെയാ ഒരു പൈശാചികമാകും? ഇങ്ങനെ നിൽക്കുക എന്നാ പറയണം. അപ്പൊ പറഞ്ഞ കൂട്ടത്തിൽ എന്ത് ചെയ്യാ? അങ്ങ് പറയുക സ്തോത്രം. ഞാൻ പറഞ്ഞ വചനത്തിന്റെ വ്യക്തമായ ഏത് അർത്ഥം ഉദ്ദേശിച്ചാണോ ദൈവവചനം എഴുതിയത് അതിനെ മാറ്റി പ്രസംഗിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ത് ചിന്തിച്ച് എന്താഗ്രഹിച്ചാണോ എഴുതിയത് അതിനെ എന്ത് ചെയ്യരുത്? അതിനെ മാറ്റി എന്ത് ചെയ്യരുത്? പ്രസംഗിക്കരുത്. അതിനെ മാറ്റി പ്രസംഗിക്കാൻ പാടില്ല. ദൈവവചനത്തെ വളച്ചൊടിക്കാൻ, ദൈവവചനം വളച്ചൊടിക്കുന്നവരെ എന്താ വിളിക്കുന്നത്? ദൈവവചനം വളച്ചൊടിക്കുന്നവരെ ബൈബിൾ എന്താ വിളിക്കുന്നത്? പെട്ടെന്ന് പറ. ദൈവവചനം വളച്ചൊടിച്ച അവരെ ബൈബിൾ എന്താ വിളിക്കുന്നത്? പറ. ആർക്കും അറിയത്തില്ല. റൂമിലുള്ളത് രക്ഷപ്പെട്ടിരിക്കുക. പറയണ്ടല്ലോ. ദൈവവചനം വളച്ചൊടിക്കുന്നവരെ എന്താ പറയുന്നത്? പറഞ്ഞോ. തെറ്റിയാലും സാരമില്ല. പറഞ്ഞു. ഇന്ന് സദർശികവാക്യം 30-ാം അധ്യായം 6-ാം വാക്യം എന്ന് വായിച്ചു. സദർശികവാക്യം 30-6. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട്. ദൈവവചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ വളച്ചൊടിക്കുകയോ ചെയ്താൽ അങ്ങനെയുള്ളവരെ എന്താ വിളിക്കുക? കള്ളന്മാരാ. ദൈവവചനം കൂട്ടുകയോ കുറയ്ക്കുകയോ വളച്ചൊടിക്കുകയോ ചെയ്താൽ അവനെ വിസ്തരിച്ചിട്ട് അവനെ വിളിക്കുന്ന പേരാ കള്ളൻ. സ്തോത്രം. ഞാൻ കള്ളത്തരം ഒന്നും കാണിച്ചില്ല. ദൈവവചനം വളച്ചൊടിക്കുവോ? നീ കള്ളനാ. ഇച്ചിരിയുടെ വൈരാഗ്യം ഉണ്ടെങ്കിൽ ചിലർ പറയും പെരുങ്കള്ളനാണ്. ആ പുള്ളിയോടെ ഇച്ചിരി വൈരാഗ്യം കൂടെ ഉണ്ട്, എന്നാ പറയും? പെരുങ്കള്ളനാണ്. ഇവിടെ എന്താ പറയുന്നത്? കള്ളനാണ്. പോട്ടെ, മടങ്ങി വരാം. അപ്പോൾ ഈ പാറ ആരാ? സാക്ഷാൽ ക്രിസ്തു അത്രേ. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? ഹോറേബിൽ, പുറപ്പാട്, ഹോറേബിൽ നിന്റെ മുൻപാകെ. ഈ ഹോറേബ് എവിടെ? ഈ ഹോറേബ് എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന്റെ പർവ്വതത്തിന്റെ പേരാ ഹോറേബ്. സ്തോത്രം. ഹല്ലേലൂയ. ഹോറേബിൽ നിന്റെ മുൻപാകെ, അല്ലേ? ഹോറേബിൽ നിന്റെ മുൻപാകെ. സ്തോത്രം. അതൊന്ന് വെളിപ്പെടുത്താൻ ഞാനൊരു വാക്യം വായിക്കാം. പുറപ്പാട് 3-1 വായിച്ചേ.
പുറപ്പാട് 3:1 ഹോറേബിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. മോസസ് വിദ്യാലയ പുരോഹിതന്റെ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ്. ഇവിടെ വെച്ചാണ് മോശയ്ക്ക് ഒരു നിയോഗം കിട്ടുന്നത്. വെന്തിട്ട് കത്തി നിൽക്കുമ്പോൾ വെന്തു പോകാത്തൊരു മുൾപ്പടർപ്പ്. തീയുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അത് വെന്ത് പോകുന്നില്ല. സ്തോത്രം. അത് കാണിക്കുന്ന പൈശാചികതയൊന്നുമല്ല, പോരാട്ടത്തിൽ നല്ലത് കാണിക്കുന്നു. അത് കാണിക്കുന്നത് മിസ്രൈമ്യരുടെ മിസ്രൈമ്യർ ഇസ്രായേൽ ജനത്തെ കഷ്ടപ്പെടുത്തുന്നതിന്റെ ഒരു രംഗമാ ദൈവം കാണിച്ചു കൊടുത്തു. തീയിൽ എന്ത് ചെയ്യാണ്, ഈ മുൾപ്പടർപ്പ് നിന്ന് കത്തുന്നു, ഇത് വെന്ത് പോകുന്നില്ല. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ അനുഭവിക്കുന്ന കഷ്ടം, അത്രേ ഉള്ളൂ. അല്ല, അതിന് വേറെ അർത്ഥമൊന്നും. ആ കഷ്ടതയെ ദൈവം മോശയ്ക്ക് ദൃശ്യമായി വെളിപ്പെടുത്തി കൊടുത്തതാണ് മുൾപ്പടർപ്പ് നിന്ന് കത്തുന്നവരെ. സ്തോത്രം. അപ്പൊ ഈ ഹോരേബിൽ ആണ് മോശയുടെ തുടക്കം. മനസ്സിലായോ? ചില നിയോഗങ്ങൾ പ്രാപിക്കുവാൻ മോശയെ തുടങ്ങിയ ആ തുടക്കം ഈ ഹോറേബിലാണ്. നിന്റെ കാലിലെ ചെരുപ്പ് നീ ഊരിക്കളഞ്ഞ് നീ നിയോഗത്തിലേക്ക് പ്രവേശിക്കുക. മനസ്സിലായോ? നിന്റെ കാലിലെ ചെരുപ്പ് നീ ഊരിക്കളഞ്ഞ് ഈ നിയോഗത്തിലേക്ക് നീ എന്ത് ചെയ്യുക, പ്രവേശിക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്നിലൂടെ ഞാൻ ഒരു കൂട്ടത്തെ പുറത്തു കൊണ്ടുവരും. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? നിന്നിലൂടെ ഒരു കൂട്ടത്തിനെ ഞാൻ എന്ത് ചെയ്യും, പുറത്ത് കൊണ്ടുവരും. ആ കൊണ്ടുവരാൻ ഇരിക്കുന്ന കൂട്ടം വെറും ഒരു കൂട്ടമല്ല, അത് വാഗ്ദത്ത സന്തതിയാണ്, അത് വാഗ്ദത്ത തലമുറകളാണ്. നീണ്ട 430 വർഷത്തോളം മിസ്രൈമിന്റെ അടിമ നുകത്തിന്റെ അകത്ത് അവർ കിടന്നെങ്കിലും അവരുടെ പിതാവായ അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തിരുന്നു, ഹല്ലേലൂയ, പ്രവാസ ജീവിതത്തിൽ അവർ കിടന്നാലും ഹല്ലേലൂയ ഏറെ നാളുകൾ കഴിഞ്ഞിട്ട് അവർ ബലത്തോടെ ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമായിരുന്നു. 430 വർഷം അവരുടെ കഷ്ടത തീരാറുന്ന സമയമായപ്പോൾ ദൈവം എന്ത് ചെയ്തു? മോശയിലൂടെ ആ ജനത്തെ പുറത്തു കൊണ്ടുവന്നു. ആ ജനമാണ് ഇപ്പൊ മോശയോട് എന്ത് ചെയ്യുന്നത്? അവിടെ പറയുന്നു, സ്തോത്രം, നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കും. നിന്റെ ആരാ? നിന്റെ സ്തോത്രം, നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമെന്ന് ദൈവം പറഞ്ഞത് നിയോഗമുള്ളവന്റെ മുമ്പിലാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിലാണ്, ദൈവവുമായിട്ട് സംസാരിക്കുന്നവന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം, നിന്റെ മുമ്പിൽ ഇന്ന് ദൈവം ഇറങ്ങി വരും. യേശുവിന്റെ നാമത്തിൽ നിനക്കത് ആത്മാവിലൊന്ന് കാണാൻ കഴിയുമെങ്കിൽ കണ്ടോ, നിനക്കത് ആത്മാവിലൊന്ന് ദർശിക്കാൻ പറ്റുമെങ്കിൽ ദർശിച്ചോ. ദൈവം ഇറങ്ങി വരുന്നത് വെറുതെ നടക്കുന്നവന്റെ കൂടെയല്ല. ദൈവം ഇറങ്ങി വരുന്നത് ദൈവമായിട്ട് ബന്ധമില്ലാത്തവന്റെ ഒപ്പമല്ല. ദൈവം ഇറങ്ങി വരുന്നത് തോന്നുന്ന പോലെ ജീവിക്കുന്നവന്റെ മുമ്പിലല്ല. ദൈവം ഇറങ്ങി വരുന്നത് നിങ്ങളുടെ മുമ്പില്. ദൈവം ഇറങ്ങി വരുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പില്. ദൈവം ഇറങ്ങി വരുന്നത് ദൈവമായിട്ട് ബന്ധമുള്ളവന്റെ മുമ്പില്. ദൈവം ഇറങ്ങി വരുന്നത് ദൈവത്തോട് സംസാരിക്കുന്നവന്റെ മുമ്പില്. ദൈവം ഇറങ്ങി വരുന്നത് ദൈവം കോരുന്നവർക്ക് കാത്തു സൂക്ഷിക്കുന്നവന്റെ മുമ്പിൽ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ.
യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഒരു ദൂത് പറയുന്നു. നിന്റെ മുമ്പിൽ ഇന്ന് വരെ നിൽക്കുന്ന ചിലത് മാറിപ്പോയിട്ട് നിന്റെ മുമ്പിൽ ദൈവം ഇറങ്ങി വരുന്ന ദിവസങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് വരെ ശക്തമായ ദൂത് വിളിച്ചു പറയുന്നു. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലതിനെ മാറ്റി കളഞ്ഞിട്ട് നിന്റെ മുമ്പിൽ ദൈവം ഇറങ്ങി വരാമോ? വിശ്വസിക്കുന്നവരുടെ മേൽ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന നിരാശയാണോ? നിന്റെ മുമ്പിൽ നിൽക്കുന്ന വേദനയാണോ? നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഭാരമാണോ? നിന്റെ മുമ്പിൽ നിൽക്കുന്ന പോരാട്ടമാണോ? നിന്റെ മുമ്പിൽ നിൽക്കുന്ന പൈശാചികമാണോ? നിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്തുമായിക്കൊള്ളട്ടെ ഇന്നോ മകൻ അതിനെ ഇടക്കുമാറ്റിയിട്ട് നിന്റെ മുമ്പിൽ ദൈവം യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന നിരാശയാണെങ്കിൽ അത് മാറാൻ പോകുക. നിന്റെ മുമ്പിൽ നിൽക്കുന്ന വേദനയാണെങ്കിൽ അത് മാറാൻ പോകുക. നിന്റെ മുമ്പിൽ നിൽക്കുന്ന കഷ്ടതയാണെങ്കിൽ അത് മാറാൻ പോകുക. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പൈശാചികതയാണെങ്കിൽ അത് മാറാൻ പോകുക. നിന്റെ മുമ്പിൽ നിൽക്കുന്ന കടമയാണെങ്കിൽ അത് മാറാൻ പോകുക. നിന്റെ തളർച്ചയാണെങ്കിൽ അത് മാറാൻ പോകുക. ഇതെല്ലാം മാറിയിട്ട് ദൈവമുള്ള പ്രാർത്ഥിക്കുന്ന ദൈവമായിട്ടുള്ള ബന്ധമുള്ള നിന്റെ മുമ്പിൽ ഇന്ന് ദൈവം ചിലതിനെ മാറ്റിയിട്ട് എന്റെ ദൈവം യേശുവിന്റെ നാമത്തിൽ ദൂത് സ്വീകരിക്കുക. ആ ദൂത് സ്വീകരിക്കുക. ആ ദൂതിന്റെ വിടുതൽ നടക്കട്ടെ. ആ ദൂതിന്റെ വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ദൂതിന്റെ വിടുതൽ സംഭവിക്കട്ടെ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്തുമായിക്കൊള്ളട്ടെ ഇന്ന് പകരം മാറാൻ പോവുക. ഇന്ന് പകരം നിങ്ങളോട് പറയുന്നു. ചിലരുടെ മുമ്പിൽ നിരാശയിക്കൊണ്ട്, ചിലരുടെ മുമ്പിൽ ചില ദുഃഖങ്ങളുണ്ട്, ചിലരുടെ മുമ്പിൽ ചില പ്രതിയോഗികളുണ്ട്, ചിലരുടെ മുമ്പിൽ ചില ഭാരങ്ങളിട്ടുണ്ട്, ചിലരുടെ മുമ്പിൽ ചില കഷ്ടതകളുണ്ട്, ചിലരുടെ മുമ്പിൽ ചില നിയമങ്ങളുണ്ട്, ചിലരുടെ മുമ്പിൽ ചില അപമാനങ്ങളുണ്ട്, ചിലരുടെ മുമ്പിൽ ചില വേദനകളുണ്ട്. ദൈവം നിന്റെ മുമ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ സ്തോത്രം 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 സ്തോത്രം. ഞാൻ ഹോറേബേദ ദൈവത്തിന്റെ പർവ്വതം നിന്റെ മുൻപിൽ നിയോഗമുള്ള പ്രാർത്ഥനയുള്ള ദൈവവുമായി സംസർഗമുള്ള ദൈവവുമായി ബന്ധമുള്ള മോശെ നിന്റെ മുമ്പിൽ. മോശയുടെ മുമ്പിൽ ഇപ്പൊ ചില വെല്ലുവിളിയുണ്ട്. ഞങ്ങളെ കൊല്ലാനാണോ നീ ഇവിടെ കൊണ്ടു? മോശയുടെ മുമ്പിൽ ഇപ്പോ ചില പിറുപിറുപ്പുകളും, മോശയുടെ മുമ്പിൽ ഇപ്പോ മത്സരമുണ്ട്, മോശയുടെ മുമ്പിൽ ഇപ്പോൾ പ്രതിഷേധമുണ്ട്. പക്ഷെങ്കിൽ ദൈവം പറയാ നീ ഭാരപ്പെടണ്ട, അതെല്ലാം മാറ്റിയിട്ട് ഞാൻ ഇറങ്ങാം. പേർക്ക് മനസ്സിലായി? ഇന്ന് ചിലരുടെ ഹൃദയങ്ങളെ തൊട്ട് പരിശുദ്ധ ആത്മാവ് ദൂത് പറയുന്നു. നിന്നോടുള്ള ചില പ്രതിഷേധം മാറ്റിയിട്ട്, നിന്നോടുള്ള ചില പിറുപിറുപ്പ് മാറ്റിയിട്ട്, നിന്നോടുള്ള ചില മത്സരങ്ങൾ മാറ്റിയിട്ട്, നിന്നോടുള്ള ചില വെല്ലുവിളികൾ മാറ്റിയിട്ട്, നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ചില നിന്മകൾ മാറ്റിയിട്ട് എന്റെ ദൈവം ഇറങ്ങി വരാൻ പോകുകയാണെന്ന് പരിശുദ്ധ ആത്മാവ് ശക്തമായി ഇന്ന് മകൾ ദൂത് വിളിച്ചു പറയുന്നു.
ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദീർഘ ദിവസങ്ങളായി ഒരു മല്ലൻ ഇസ്രായേലിന്റെ ചരിത്രത്തെ തുടച്ചു മാറ്റുമെന്ന് വെല്ലുവിളി ഉയർത്തുന്നു. ഗുഹയ്ക്കകത്ത് ഭയപ്പെട്ട് രാജാവടക്കം കഴിയുന്നു. ഈ സമയത്ത് ക്ഷേമം അന്വേഷിക്കാൻ അപ്പന്റെ നിർബന്ധപ്രകാരം അയക്കപ്പെട്ട ദാവീദ് രംഗത്ത് വരുന്നു. ഇപ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ മുമ്പിൽ ഭയമുണ്ട്. ഇപ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ മുമ്പിൽ വെല്ലുവിളിയുണ്ട്. ഇപ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മരണഭീതിയുണ്ട് യേശുവിന്റെ നാമത്തിൽ. എന്നാൽ ദാവീദ് വന്നു നിന്ന് പറയുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ഇങ്ങനെയാ പറയുന്നേ, നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിൽ ഞാൻ വരും. നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിൽ ഞാൻ നിനക്ക് നേരെ വരും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദാവീദ് പോകുന്നതിന് മുമ്പ് യഹോവ അവിടെ ഇറങ്ങി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദാവീദ് കാൽച്ചുവട് വെക്കുന്നതിന് മുമ്പ് യഹോവ അവിടെ ഇറങ്ങി. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലൊരു വെളിപ്പാട് ഞാൻ പറയാം. സകലവിധ ആയുധവർഗങ്ങളും ധരിച്ച് ഒരു വിധത്തിലും ഇവനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല എന്ന് സ്വയമേ മനസ്സിനെ വിശ്വസിപ്പിച്ചു. തളർന്ന് തിരിച്ചോടാൻ പോലും കഴിവില്ലാതിരിക്കുന്നു. ദാവീദിനോട് ദൈവം പറയുന്ന ഒരു വെളിപ്പാടുണ്ട്. ദാവീദേ, അവന്റെ കയ്യിൽ ആയുധമുണ്ട്, അവനെ സംരക്ഷിക്കാൻ പരിചയമുണ്ട്, അവന്റെ അരയിൽ വാളുണ്ട്. ഒരു യുദ്ധത്തിന് വരുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ അവനൊരു ബലഹീന ഭാഗമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായി? നീ വാളും എടുത്തോണ്ട് ചെന്നാൽ അതിനെ എതിർക്കാൻ അവന്റെ ഈ വാളുണ്ട്. നീ ആയുധങ്ങളുമായി ചെന്നാൽ അതിനെ എതിർക്കാൻ അവന്റെ പരിചയമുണ്ട്. നിന്റെ ആരോഗ്യം കൊണ്ട് ചെന്നാലും നിന്നെ ജയിക്കാൻ നിന്നിലും ആരോഗ്യം അവനുണ്ട്. അതുകൊണ്ടല്ലേ അവൻ പറഞ്ഞേ, ഒരു നായെ കൊല്ലാൻ വരുന്ന ലാഘവത്തോടെ വടിയെടുത്തോണ്ട് നീ വരിക. പക്ഷെ ദൈവം പറഞ്ഞു, നീ അടിക്കാനും ഇടിക്കാനും ഒന്നും പോവണ്ട, നീ വാളും പരിചയമൊന്നും എടുക്കണ്ട. അവന്റെ തിരുനെറ്റി ബലഹീന ഭാഗമാണ്. അവന്റെ തിരുനെറ്റിയിൽ അവൻ ആയുധം അല്ലെങ്കിൽ സംരക്ഷണം വെച്ചിട്ടില്ല. ആർക്കും വെളിപ്പെടാത്തത് നിയോഗമുള്ളവന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആർക്കും വെളിപ്പെടുത്താത്ത ശത്രുവിന്റെ ബലഹീന ഭാഗം നിയോഗമുള്ളവന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കല്ലെടുത്ത് കവണയിൽ അവന്റെ നെറ്റിക്കടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് അവനൊരു ദൂത് പറയാം, നിനക്കെതിരെ ഏതൊക്കെ വെല്ലുവിളികൾ നിന്നാലും ഇന്ന് മകൾ നിന്റെ വെളിപ്പാടിന്റെ കണ്ണിനെ നീ ഒന്ന് തുറക്ക. അല്ലെങ്കിൽ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ ബലഹീന ഭാഗം ഈ നാളുകളിൽ വെളിപ്പെടുത്തി തന്നിട്ട് അതിനെ ജയിക്കാൻ, അതിനെ കീഴ്പ്പെടുത്താൻ ദൈവം എവിടെ ശത്രു ജയിക്കുന്നതെന്നറിയാമോ? നിന്റെ വെളിപ്പാടിനെ അവൻ മറന്നെത്തി. നിന്റെ വെളിപ്പാടിനെ അവൻ മറന്നെത്തി. ഇന്നവകൾ പറയുന്നു, ശത്രുവിന്റെ ബലഹീന ഭാഗം ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥന മുറിയിൽ നിന്റെ വെളിപ്പാടിനെ തരും. അത് തന്നാത്മാവിനൊക്കെ പ്രാർത്ഥിക്കാം. അത് തന്നാത്മാവിനൊക്കെ പ്രാർത്ഥിക്കാം. നിന്റെ മുമ്പിൽ തല ഉയർത്തി ചിലത്
ആ വെളിപ്പാടത്തവർക്ക് മനസ്സിലായി, ആ വെളിപ്പാടത്തവർക്ക് മനസ്സിലായി, ആ വെളിപ്പാടത്തവർക്ക് മനസ്സിലായി. ഇന്നവകൾ ആർക്കും വെളിപ്പെടാത്ത ഒരു വെളിപ്പാട് ദാവീദിനെ ദൈവം കാണിച്ചു കൊടുക്കും. സൗലിന് കൊടുത്ത വെളിപ്പാട്, സഹോദരങ്ങൾക്ക് കൊടുക്കാത്ത വെളിപ്പാട്, അഭിഷേകമുള്ള ആത്മനിയോഗമുള്ള ദാവീദിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അവനൊരു ബലഹീന ഭാഗമുണ്ട്, അവനൊരു കരുത്തില്ലാത്ത ഭാഗമുണ്ട്, അവന് ബലമില്ലാത്തൊരു ഭാഗമുണ്ട്. അതവന്റെ തിരുനെറ്റി നോക്കി നീങ്ങുന്ന കൊല്ലറി പറയുന്നു. നിന്നോട് പോരാടുന്ന ശത്രുവിന്റെ ബലഹീന ഭാഗം ദൈവം വെളിപ്പെടുത്തി തന്നു. അതിനെ ജയിക്കാൻ ഇന്ന് നിന്റെ മേലൊരു വെളിപ്പാട്. ശത്രു എങ്ങനെയാ നമ്മുടെ അകത്ത് കയറുന്നത്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ശത്രു പ്രവേശിക്കാനും അവന്റെ അധികാരം ഉപയോഗിക്കാനും കാരണം എന്താ? നമ്മുടെ ബലഹീനത കാണാനുള്ള കഴിവ് അവനുണ്ട്. പലപ്പോഴും നമുക്കതില്ല, ഒണ്ടേലും ഇല്ലാത്ത മട്ടില്ല നമ്മൾ നടക്കുന്നത്. പക്ഷെ ശത്രു എങ്ങനെയാ പലപ്പോഴും കയറുന്നേ? നമ്മുടെ ബലഹീനത എവിടാണെന്ന് നമ്മളെക്കാട്ടിലും നന്നായിട്ട് അവനറിയാം. അങ്ങനെ ശത്രു അകത്ത് കയറുന്നു അല്ലേ? ശരിയാണോ? അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ അവന്റെ ബലഹീനത ഒന്ന് കാണാൻ ഒരു വെളിപ്പാട് പ്രാപിക്കാമോ? നിന്റെ ബലഹീനത കണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കൈകടത്തുന്ന ശത്രുവിന്റെ ബലഹീനത എവിടാന്ന് കാണാനുള്ള ഒരു വെളിപ്പാട് ഇന്നുമകൾ പ്രാപിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ചില ഗോലിയാത്ത് നിന്റെ മുമ്പിൽ വീഴുമെന്ന് പരിശുദ്ധാത്മാവ് തൂകു പറയുന്നു. ഇന്നുമകൾ നിന്റെ ബലഹീനത കണ്ട് കയറി വരുന്ന ശത്രുവിന്റെ ബലഹീനത കണ്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ വെളിപ്പാടിനവരെ പ്രാപിക്കട്ടെ, ആ വെളിപ്പാടിനവരെ പ്രാപിക്കട്ടെ, ആ വെളിപ്പാടിനവരെ പ്രാപിക്കട്ടെ, ആ വെളിപ്പാടിനവരെ പ്രാപിക്കട്ടെ. ഈ വെളിപ്പാടിന്റെ അഭിഷേകം, ആ വെളിപ്പാടിന്റെ അഭിഷേകം, ആ വെളിപ്പാടിന്റെ അഭിഷേകം Amen, 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 amen. Amen, 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 amen. Oh, Ramana, Shandarana, Udaramana, Ramana, Veshika, Udaramana, in the Chalabana, the Video ആ വെളിപ്പാടിന്റെ അഭിഷേകം ചിലരുടെ നിന്റെ ബലഹീനത കണ്ടുപിടിച്ച് അതൊക്കെ കയറി നിന്നെ പോരാടുന്ന ശത്രുവിന്റെ ബലഹീനത ആൾക്കാരെ കണ്ട് അവനെ ജയിക്കുന്ന ഒരു പ്രത്യേക നിയോഗത്തിലേക്ക് ചരിത്രങ്ങൾ കാണിച്ച ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രാപിച്ചത്, യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രാപിച്ചത്, യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രാപിച്ചത് ഇന്ന് പകൽ ആ അഭിഷേകം കൈമാറുന്നത്. പ്രിയമുള്ളവരെ, നമ്മളോട് പോരാടുന്ന ശത്രുപക്ഷത്തിന് ബലഹീനതയുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കത് കാണാൻ കഴിയുന്നു. അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. നമുക്ക് പലപ്പോഴും അത് കാണാൻ എന്ത് ചെയ്യുന്നില്ല. ഇന്ന് പകൽ ആ വെളിപ്പാട് തന്നിട്ട് ദൈവത്തിന്റെ ഇവിടെ
ചരിത്രകാരന്മാര് പറയുന്നത് 15 അടി നീളം, 10 അടി വീതി, 12 അടി ഉയരം. ഈ പാറയുടെ വലിപ്പം ഏകദേശം. ഇപ്പൊ എന്തോ പാറയെന്ന് ഒരുപാട് എന്താ പറയുക, ശാലകള്, ദ്വാരങ്ങൾ ഉണ്ടെന്നാണ് ചരിത്രം. അതെന്തോ ആയിക്കോളും, നമുക്കൊരു കാര്യം അറിയാം, അത് ക്രിസ്തു അല്ലേ. എന്തിനാ ദൈവം അടിക്കാൻ പറഞ്ഞു? അവിടെ പറയാ, ഞാൻ നിന്റെ മുൻപിൽ അല്ലേ. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം എടുക്കും. നിയോഗമുള്ള, പ്രാർത്ഥനയുള്ള, ദൈവവുമായിട്ട് ബന്ധമുള്ള മോശയോട് ദൈവം പറയുന്നു, ഞാൻ. ആ വാക്ക് ഭയങ്കര പവറാകണം. ഞാനാകുന്നവൻ. ആ വാക്ക് ഭയങ്കര പവറാണ്. എല്ലാവർക്കും ഞാനെന്ന് പറയാനും കേൾക്കാനും വലിയ ഇഷ്ടമാണ് അല്ലേ. പക്ഷെ നമ്മളെ അഭിസംബോധന ചെയ്യുന്ന പോലെയല്ല ദൈവം തന്നെ അഭിസംബോധന ചെയ്യുന്നത്. അവിടെ പറയാ, ഞാൻ. ഈ ഞാൻ ആരാ? ഇത് ദൈവം തെളിയിച്ചതാ. ആരാണ് ഈ ഞാൻ? 2 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുറപ്പാട് 5:2 ഒന്ന് വായിച്ചാൽ ആദ്യം. പുറപ്പാട് 5:2. അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയക്കത്തക്കവണ്ണം യഹോവയുടെ വാക്ക് ഞാൻ കേൾക്കാൻ. യഹോവ ആരാണ്? ഫറവോന്റെ ചോദ്യം. നിങ്ങൾ പറഞ്ഞല്ലോ യഹോവയ്ക്ക് ആരാധന കഴിക്കുവാൻ ഇവരെ അയക്കണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. യഹോവയ്ക്ക് ആരാധന കഴിക്കുവാൻ ഇവരെ അയക്കണമെന്ന് എന്നോട് പറയുമ്പോൾ എന്റെ മറു ചോദ്യം, ആരാണ് യഹോവ? ആരാണ്? ഇനിയും 14-ാം അധ്യായം 24-25 ഒന്ന് വായിച്ചു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി, മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അടുത്ത വാക്യം, അതുകൊണ്ട്. ഫറവോനൊക്കെ പറയുന്ന വാക്ക് കേട്ടോണം, വായിച്ചേ. നാം ഇസ്രായേലിനെ വിട്ടോടിപ്പോകുക, യഹോവ അവർക്ക് വേണ്ടി നമ്മളോട് യുദ്ധം ചെയ്യുന്നു. അവർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായി. കൊട്ടാരത്തിൽ വെച്ച് രാജാവ് ഒരു ചോദ്യം ചോദിച്ചു, ആരാണ് ഈ യഹോവ? സ്വത്രം. ഞാൻ ആരാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം, യഹോവ ആരാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം മോശയ്ക്കായിരുന്നില്ല, ദൈവത്തിനായിരുന്നു. പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഫറവോനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെയും നിന്റെ കുടുംബത്തെയും സകലത്തിനെയും എനിക്ക് സംഹരിച്ചു കളയാൻ അധിക സമയമൊന്നും വേണ്ട. പക്ഷേ ഞാൻ ആരാണെന്ന് നീ അറിയണം. അതിന് നിന്നെ നിർത്തിയിരിക്കുക, അതിന് നിന്നെ നിർത്തിയേക്കുക. ഞാൻ കൊട്ടാരത്തിൽ വെച്ച് യഹോവ ആരാണെന്ന് ചോദിച്ചവനെ ചെങ്കടലിൽ കൊണ്ടുവന്നിട്ടാ ദൈവം തെളിയിച്ചത് യഹോവ ആരാണെന്ന്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇവിടെ ജ്ഞാനം എഴുതിയിരിക്കുന്നത് വേറെ ആരെയും കുറിച്ചല്ല, യഹോവയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഞാൻ ആരാണെന്നുള്ളത് അല്ലെങ്കിൽ ഇസ്രായേൽ ജനമേ നിങ്ങൾ കണ്ടതല്ലേ? സ്തോത്രം, സ്തോത്രം. ഞാൻ ആരാണെന്ന് കണ്ടതല്ലേ? യഹോവ ആരാണെന്ന് ചോദിച്ചവന്റെ മുമ്പിൽ യഹോവ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു ദൈവത്തെ അല്ലേ നിങ്ങൾ സേവിക്കുന്നത്?
ആ യഹോവയാ ഇവിടെ പറയുന്ന, ഞാൻ നിന്നോട് കൽപ്പിക്കും, നീ പാറ അടിക്കണം. എന്തിനാ അടിക്കണം എന്ന് പറഞ്ഞേ? സങ്കീർത്തനം 105:41 വായിച്ചു. അറിഞ്ഞിരിക്കാൻ ആ വാക്യങ്ങൾ വായിപ്പിക്കുന്നു. സങ്കീർത്തനം 105:41. സ്തോത്രം. അവൻ പാറയെ പിളർന്ന്, ഒന്നുകൂടെ വായിച്ചേ, പിളർന്നു. എന്തിനാ അടിക്കാൻ പറഞ്ഞേ? പിളരാനാ. പാറ പിളരാൻ വേണ്ടിയിട്ട് അടിക്കാൻ പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, പാറ പിളർന്നു. വെള്ളം ചാടി പുറപ്പെട്ടു. ആ വാക്കൊന്ന് വേണേ അടിവരയിട്ടോ. ഉണങ്ങിയ നിലത്തൂടെ അതെന്ത് ചെയ്തു? ഒഴുകി ഒരു നദിയായി തീർന്നു. ഇന്ന് പകൽ ഒരു ദൂത് ദൈവം പറയുന്നു, ഇന്ന് പകൽ നീ ആത്മാവിൽ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. ഹല്ലേലൂയ. എന്നോട് ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിൽ വരണ്ട് കിടക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ഇന്ന് പകൽ ഒരു പിളർപ്പ് നടക്കാൻ പോവുകയാ. എന്നോട് ആത്മാവ് ശക്തമായി ചില ഹൃദയങ്ങളെ വിവേചിച്ചുകൊണ്ട് ദൂത് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഉണങ്ങിക്കിടക്കുന്ന ചില അവസ്ഥയ്ക്കകത്ത് ചില പിളർപ്പ് നടക്കാൻ പോവുകയാ. ഇന്ന് പകൽ നീ ആത്മാവിലൊന്ന് എഴുന്നേക്കാമോ? നീ ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാമോ? ചില ഉണങ്ങിയ അവസ്ഥകളുടെ നടുവിലൂടെ ഒരു നദി പുറപ്പെട്ടു പോകുന്ന രംഗം നിനക്ക് ആത്മാവിൽ ഇന്ന് പകലൊന്ന് കാണാമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നവകൾക്കാലം ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച്, ദൈവത്തിന്റെ അനുഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടിടുന്ന പിളർപ്പല്ല, ശത്രു കൊണ്ടിടുന്ന പിളർപ്പല്ല, നിന്റെ ജീവിതത്തിൽ അവസ്ഥകളെ മാറ്റാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശത്രു കൊണ്ടിടുന്ന പിളർപ്പ് വേദനയുണ്ടാക്കും, കണ്ണുനീരുണ്ടാക്കും, ഭാരമുണ്ടാക്കും. എന്നാൽ ഇന്നവരെ ശത്രു ഉണ്ടാക്കുന്ന പിളർപ്പല്ല, ദൈവം നിന്റെ ജീവിതത്തിൽ ചില പിളർപ്പ് വരുത്തുകയാണ്. ചില അവസ്ഥകൾ വരണ്ട ചില അനുഭവങ്ങൾ ഇന്നവരെ മാറാവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് പറയട്ടെ, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ആത്മീയമായും വരണ്ടു നിൽക്കുന്ന ചിലരെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ വരൾച്ച മാറുന്ന ഘടന നിന്റെ മാനസിക വരൾച്ച, നിന്റെ ശാരീരിക വളർച്ച, നിന്റെ സാമ്പത്തിക വളർച്ച, നിന്റെ ആത്മീയ വളർച്ച, അതിനെ പകൽ ഒരു പിളർപ്പ് നടക്കാൻ പോവുക, ഒരു ആത്മനദി പുറപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കണം, യേശുവിന്റെ നാമത്തിൽ വിടുതൽ സ്വീകരിക്കണം, യേശുവിന്റെ നാമത്തിൽ വിടുതൽ സ്വീകരിക്കണം. വചനം ഉപയോഗിക്കുന്നു, വചനം ഉപയോഗിക്കുന്നു. ചിലര് മാനസികമായി വളർത്തിരിക്കുക, ചിലർ ശാരീരികമായി വളർത്തിരിക്കുക, ചിലർ സാമ്പത്തികമായി വളർത്തിരിക്കുക, ചിലർ ആത്മീയമായി വളർത്തിരിക്കുക. ഇന്ന് ഒരു പുനർപ്പറ്റില്ല, ഒരു നദി പുറപ്പെട്ട പോവുകയാണ്. എല്ലാം ആത്മീയ ക്ഷീണങ്ങൾ മാറട്ടെ, ആത്മീയ തളർച്ച മാറട്ടെ, ആത്മീയ വളർച്ച മാറട്ടെ.
പ്രാപിക്കട്ടെ. എല്ലാ മരണശൈലിയും ആശ്രയങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ശക്തമായി പ്രാർത്ഥിച്ചോ. ആത്മാവെന്നോട് ഇടപെടുക. ചില സാമ്പത്തിക വരൾച്ച അനുഭവിക്കുന്നു. ഇന്നു പകൽ അവരോട് ദൈവം ഒരു ദൂത് പറയും. ഹല്ലേലൂയ. ഒരു ദ്രഹ്മ വെക്കാനില്ലാഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഹല്ലേലൂയ ശിഷ്യനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, കടലിലോട്ട് ചെന്ന് വലയെറിഞ്ഞപ്പോൾ ഒരു മീൻ കയറി വന്നു. മീനിന്റെ വായ്ക്കകത്ത് ദ്രഹ്മ വെച്ചവനാ കർത്താവ്. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? മീനിന്റെ വായുടെ അകത്ത് നാണയം വെപ്പിച്ചവനാണ് എന്റെ ദൈവം. എങ്ങനെയെങ്കിലും ഇന്ന് പകൽക്കാലം ആത്മാവനോട് പറയുന്ന സാമ്പത്തികമായി ചില വരൾച്ച അനുഭവിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കു വേണ്ടി ദൈവം ചിലത് ഒരുക്കാൻ പോകുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല വചനത്തിന്റെ ശക്തിയ അതിനകത്തൊരു വിടുതൽ പ്രഖ്യാപിക്കുന്നു. ഇന്ന് പകൽ സാമ്പത്തികമായി വരൾച്ച അനുഭവിക്കുന്ന ചിലരോട് ആത്മാവ് പറയുന്നു, ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു മീൻ പുറത്തു വരാൻ പോകുകയില്ല. മീനിന്റെ അകത്ത് അതിന്റെ നാളെ കരഞ്ഞാൽ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്ത് വഴികൾ തുറക്കട്ടെ, വഴികൾ തുറക്കട്ടെ. ചിലത് വെളിപ്പെടുക യേശുവിന്റെ നാമത്തിൽ സാമ്പത്തികമായി തളർച്ച അനുഭവിക്കുന്ന ചിലരോട് ആത്മാവല്ല, നിനക്ക് വേണ്ടി ദൈവം കരുതുന്നു. അത് വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് പകരം ചില വഴികൾ തുറക്കുക, ചില വാതിലുകൾ തുറക്കുക, ചില വഴികൾ തുറക്കുക. കടലിൽ കിടക്കുന്നതിന് എന്റെ ദൈവത്തിന്റെ അനുഭവം ചെയ്യാൻ കഴിയുമെങ്കിൽ കടലിന്റെ കിടക്കുന്നതിന് എന്റെ ദൈവത്തിന്റെ അനുഭവം ചെയ്യാൻ കഴിയുമെങ്കിൽ കടലിനെ അടിത്തട്ടിക്കിടന്നതിന് കരയ്ക്കു കൊണ്ടുവന്ന് ആ നാണയം പുറത്തെടുത്തത് ദൈവാത്മാവിനോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ചില ഭദ്രതയെ ഉറപ്പാക്കാൻ ദൈവം ചിലത് വെളിപ്പെടുത്താൻ പോകും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇത് ഞാനൊരു കാര്യം പറയാം, ചിലതൊഴുകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം. ക്രിസ്തു എന്ന പാറയിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഒഴുകുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? അനുഗ്രഹമാണ്. എന്നാൽ
ഒരു മറുവശം കൂടെ. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒന്നെടുത്താട്ടെ, സംഖ്യാപുസ്തകം 20:13. അതുകൂടെ പറഞ്ഞാൽ ഈ മെസ്സേജിന് പൂർത്തിയാകും. ഇസ്രായേൽ മക്കൾ യഹോവയോട് വരച്ചതും അവർ അവരിൽ പ്രതികരിക്കപ്പെട്ടതുമായി അനന്തരം മോശ ദൂതന്മാരെ അയച്ചു അറിയിച്ചത്. സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം അറിയിച്ചേ, ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെ ഇനിയാണ്. ഞങ്ങളുടെ പോയി ഏറിയ കാലം പാർത്തു. അവിടെ നിൽക്കട്ടെ. മോശെ അഹരോനും പാറയുടെ അടുക്കൽ സഭ എന്ത് ചെയ്തു? വിളിച്ചു. ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും എന്ത് ചെയ്തു? കുടിച്ചു. അല്ലെ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, 12-ാം വാക്യം ഒന്ന് വായിച്ചു. അഹരോനോട്, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്ന് മനസ്സിലായോ? അരുളി ചെയ്തു, കൊണ്ടുപോകയില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെയും ഒരു പിറുപിറുപ്പും മത്സരവും കാണുന്നു. ആദ്യം ഇവരൊന്ന് ചെയ്തു, ദൈവം അത് അവരോട് ക്ഷമിച്ചു, അവർക്ക് വെള്ളം ദൈവം കൊടുത്തു. ഇവിടെയും പറയുന്നുണ്ട് ഹല്ലേലൂയ. പക്ഷേ ഇവിടെ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് ആ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പാറയോട് കൽപ്പിക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്ത് ചെയ്തു? അടിച്ചു. ഇനി ശ്രദ്ധിച്ചേ, ഈ വെള്ളം പുറപ്പെടാൻ വേണ്ടി അവർ ദൈവത്തിന്റെ മുൻപാകെ മത്സരിക്കുകയും ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യാതിരുന്നപ്പോൾ നഷ്ടപ്പെട്ടത് നിത്യത. എന്ന് വെച്ചാൽ വാഗ്ദത്ത അവകാശം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത് നിഴല, പൊരുള് പറയാം. ഹല്ലേലൂയ. ചിലത് ജീവിതത്തിൽ വെളിപ്പെട്ടില്ലെങ്കിൽ അതോർത്ത് സ്തോത്രം പറഞ്ഞോണം. അത് വെളിപ്പെടുന്നതിലും നല്ലത് നിത്യത പോകാതിരിക്കുന്നത്. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഈ ഒരു സന്ദർഭത്തിൽ അവർ ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തോട് പിറുപിറുക്കുകയും അതിനോടൊപ്പം ദൈവം പറഞ്ഞു കൽപ്പിക്കാൻ പറഞ്ഞ സ്ഥാനത്ത് അടിക്കുകയും ചെയ്തപ്പോൾ ആ ഒരു ചെറിയ സന്ദർഭത്തിൽ നഷ്ടപ്പെട്ടു പോയത് വാഗ്ദത്തമാണ്. കുറച്ച് കഷ്ടത അനുഭവിച്ചാലും, കുറച്ച് ഭാരം അനുഭവിച്ചാലും, കുറച്ച് ദുഃഖം അനുഭവിച്ചാലും സാരമില്ല. നിത്യത പോകത്തില്ലെങ്കിൽ സന്തോഷത്തോടെ അത് സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒരു നേരത്തെ വെള്ളം കുടിച്ചില്ലേലും സാരമില്ല. ഹല്ലേലൂയ. അടിച്ചില്ലേലും സാരമില്ല, പറഞ്ഞില്ലേലും സാരമില്ല. ഹല്ലേലൂയ. എന്റെ നിത്യത കിട്ടുമല്ലോ എന്ന പ്രത്യാശ ഉണ്ടെങ്കിൽ ചിലത് സഹിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പലതും കിട്ടാൻ വാശി കാണിക്കുമ്പോൾ, പലതും ലഭിക്കപ്പെടാൻ നിർബന്ധ ബുദ്ധി കാണിക്കുമ്പോൾ, പലതും ലഭിക്കപ്പെടാൻ അവകാശം കാണിക്കുമ്പോൾ, മത്സരിക്കുമ്പോൾ നീ ഓർക്കണം, നിന്റെ നിത്യത നഷ്ടപ്പെടുമോ? അവരാദ്യം ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവം മറുത്തൊന്നും പറഞ്ഞില്ല. ദൈവം പറഞ്ഞു, മോശെ പാറയടി, ഞാൻ വെള്ളം കൊടുക്കാം.
വീണ്ടും അത് ആവർത്തിച്ചപ്പോൾ അല്ലേ ദൈവം പറഞ്ഞു, മോശെ നീ പാറയോട് കൽപ്പിക്ക്. പക്ഷെ മോശ അനുസരണക്കേട് കാണിച്ചു. മോശ പാറയെ 2 പ്രാവശ്യം അടിച്ചു. 2 പ്രാവശ്യം മോശ അടിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇസ്രായേൽ ജനത്തിന്റെ സഭയുടെ മത്സരം. സഹി കെട്ട മനുഷ്യനടിച്ചു. മനസ്സിലായി? സഹി കെട്ടപ്പോ ദൈവം അടിക്കാനാണോ കൽപ്പിക്കാനാണോ പറഞ്ഞെന്നുള്ളത് മോശ പറഞ്ഞു. കാരണം ചുറ്റിനും നിന്ന് കാക്കകൂടത്തിൽ കല്ലെറിഞ്ഞ പോലെ നിന്ന് ആ മനുഷ്യനെ ഇട്ട് മാനസികമായി എല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയ്ക്ക് ദൈവം കൽപ്പിക്കാൻ പറഞ്ഞത് മോശ എന്ത് ചെയ്തു? മറന്നുപോയി. അന്ന് അടിച്ച ഓർമ്മ ഇന്നും ഉണ്ടായിരുന്നു. വടി വെച്ച് ഒന്നടിച്ചു, വീണ്ടും ഒരടി കൊടുത്തു. മോശ അടിക്കാൻ കാരണം ജനമാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സഭ, ഈ ജനം, നിങ്ങളടക്കം ഹല്ലേലൂയ വാഗ്ദത്ത ദേശത്ത് കാല് വെക്കത്തില്ല. ഇന്ന് പകൽ ആത്മാവ് ഒരു ദൂത് പറയുന്നു, നിന്റെ വരൾച്ചയെ മാറ്റാൻ ദൈവ ശക്തനാ, നിന്റെ ജീവിതത്തിലെ അവസ്ഥയെ മാറ്റാൻ ദൈവ ശക്തനാ. പക്ഷെ നിത്യത കളയുന്ന എന്തെങ്കിലും ജീവിതത്തിൽ വേണമെന്ന് വാശി പിടിക്കരുത്. നിത്യത കളയുന്ന എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് വാശി പിടിക്കരുത്. ഈ ലോകത്തിലുള്ളതിനെക്കാട്ടിലും വലുതാണ് ദൈവം തരുന്ന നിത്യത. പ്രത്യാശയുള്ളവരെ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ എന്റെ മെസ്സേജിന് ഒരു ചെറിയ പ്രസംഗം ഞാൻ പ്രസംഗിച്ചതേ ഉള്ളൂ. മെസ്സേജിന് ഞാൻ പര്യവസാനം കുറിക്കുക. ഈ ലോകത്തിൽ നിനക്ക് വേണ്ടുന്നത് വേണ്ട സമയത്ത് തമ്പുരാൻ പിളർന്ന് നിനക്ക് തരും. പക്ഷെ നിത്യത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യങ്ങൾക്കും ഒരു വിഷയത്തിന്റെ അകത്തും ഒരു കാര്യങ്ങളിലും നിന്റെ സംസാരമോ പ്രവൃത്തിയോ ജീവിതമോ മാറാൻ പാടില്ലെന്ന് ശക്തമായി ഇന്ന് പകൽ ദൈവജനത്തെ ദൈവത്തിന്റെ ആത്മാവ് ശാസിക്കുന്നു. വളരെ ഗൗരവമായി ഇന്ന് പകൽ നമുക്ക് ഏറ്റെടുക്കാം. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാൽ നിങ്ങളുടെ ബൈബിളെല്ലാം ഒരു വശത്തേക്ക് മാറ്റി. സൂമിലുള്ളവർക്ക് ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളും ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആരും അശ്രദ്ധയായിട്ട് നിൽക്കരുത്, ആരും അലസമായി നിൽക്കരുത്. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. ഇന്ന് ചിലരോട് ദൈവാത്മാവിന് ചിലത് സംസാരിക്കാം. വേദപ്രവാഹൻ യേശുവിന്റെ നാമത്തിൽ ഈ തലമുറയോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. ഹംദൻ അപ്പനും അമ്മയും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഈ ബാലകട ഒരു മോശയെ പോലെ ഒരു ലീഡർഷിപ്പിലേക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഒരു വലിയ നിയോഗം ഇവളുടെ മേലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്നു പകൽ സംസാരിക്കുന്നു. അതരാ മനഘടക കൂടെ പ്രവാചകമന അന്തൽ പ്രവചകമനഘട ഹതുരാത്മാ അടകാരകൽക്കമനഘട അനേകരെ ഒരുക്കിയെടുക്കാൻ ഇവളുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ കൈമാറ്റം നൽകുമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഈ ഗമനഗട ഹംദരാത്മ ഈവൽ പ്രവാചകമനഗട ഹത്തുരാത്മകമന അന്തരാജൂഡമനാധി അൽപ്രവഗമനഹുടി അംശരൂപകംസി രഗന്ധാനിക ൂടൽ ഖമാരഗാലഗത്തന ഉടികെട്ടി അമനഗണ ഹംദൽ ഉന്നതമായ ഒരു പദവിയിലേക്ക് ഇവിടെ ഞാൻ എത്തിക്കുമെന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നു. മകളോട് പരിശുദ്ധാത്മാവ് പറയുന്നു,
അതരമനകട ചന്ദന നിന്റെ മുമ്പിൽ നിന്ന് ചിലത് മാറി, നിന്റെ മുമ്പിൽ നിന്ന് ചിലതിനെ മാറ്റി, നിന്റെ മുൻപിൽ ഗുഡലമന എന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സമയം ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കും. അതരമന ഗുഡമനഗട ഹത്തുരാത്മജഗദ ഈഗൽ പ്രഭജഗമന ഗുഡാരബനഗടക ശന്തരമനഗ അന്തന രൂപ റബന്ത ഈവൽ കമാരകത്ത് എന്നോട് ചേർന്ന് നിന്നാൽ നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ നിന്നെ ഞാൻ മാനിച്ച് നിർത്തുമെന്ന് ദൈവാത്മാവ് സംസാരിക്കാണ്. അടക മനാശ രൂപമന ഹബ്ബന ഉടകപ്രവാഗമന തന്റെ മകനോട് ദൈവാത്മാവ് പറഞ്ഞു. അന്തന റീഗന കമന ശഗാന ചൂടപ്രവാഗ ഈബാനക റീഖാലമ ഹത്തു റമക്ഷി അൽപ്രവാഗ ഉടകമ മോശയെ പോലെ നിയോഗത്തിലേക്ക് ഞാൻ നിന്നെ വരുത്തുകയാണ്. അന്തരാജകൾ കമനകടകസിയാതര എന്റെ ശബ്ദം കേട്ട് ഈ ദിവസങ്ങളിൽ അതനുസരിച്ച് നീ മുൻപോട്ട് നീങ്ങണമെന്ന് ദൈവാത്മാവ് സംസാരിക്കും. നിന്റെ ഇഷ്ടത്തിനല്ല, എന്റെ ഇഷ്ടത്തിന് ഇനിയും ഒരു യാത്ര നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അന്തൽക്കവന് മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പി, ബാക്കിയുള്ളതെല്ലാം നിന്റെ പിന്നാലെ വരും. ഉടരമ നിന്നെ വിളിച്ച വിളിയും നിന്നെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ്, നിന്റെ മേലുള്ള അഭിഷേകം, നിന്റെ മേലുള്ള ആത്മനിയോഗവും ഇന്നും ഞാൻ തിരിച്ച് എടുത്തിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നീ ഒരുങ്ങാൻ തയ്യാറായാൽ ഇന്നും നിന്നെ ഉപയോഗിക്കാൻ എനിക്ക് മനസ്സുണ്ടെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. പ്രിയ സഹോദരിയോട് ആത്മാവ് ഇടപെടുകയാണ്. അൽപ്രവചകമനഘട ഹത്തുരാത്മാസിയ ഈഗമനകലഘടക സന്ദരാത്മജനാഘട ഭാരത്തോടെ പ്രയാസത്തോടെ ചില അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ ബോധ്യപ്പെടുത്തുകയാണ്. ചില ഒറ്റപ്പെടലുകൾ ദൈവാത്മാവ് കാണിക്കുന്നു. മോശ ഇസ്രായേൽ ജനത്തിന്റെ ഇടയ്ക്ക് ഒറ്റപ്പെട്ടതുപോലെ ചില ഒറ്റപ്പെടലുകൾ, ചില പിറുപിറുക്കുകൾ, ചില മത്സര ബുദ്ധികൾ ദൈവാത്മാവ് കാണിക്കുക. എന്നാൽ നീ ഭാരപ്പെടണ്ട, നിന്റെ ജീവിതത്തിൽ ഒരു പിളർപ്പുണ്ടാകും. ഉണങ്ങിയ ചില അവസ്ഥകൾക്ക് മാറ്റം വരുന്ന സമയമുണ്ടെന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരും അല്പനേരം എല്ലാവരും പ്രാർത്ഥിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വെളിപ്പെട്ട ഓരോ ദൂതിന്റെ മുൻപിലും, ഇന്ന് പകൽ വെളിപ്പെട്ട ഓരോ ദൂതിന്റെ മുൻപിലും എല്ലാ ദൈവമക്കളും സമർപ്പിച്ച് അല്പനേരം പ്രാർത്ഥിച്ച് ഇന്ന് പകൽ ആ ദൂതെല്ലാം നമ്മൾ പ്രാപിച്ചിട്ടേ മടങ്ങാവുള്ളൂ. ആ ദൂതെല്ലാം നമ്മൾ പ്രാപിച്ചിട്ടേ മടങ്ങാവുള്ളൂ. യെസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, കരങ്ങളെ അടിച്ച് ആത്മനിറവിൽ
നഷ്ടപ്പെടുത്താതെ സൂക്ഷിപ്പാൻ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രിയ അച്ഛൻ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ തലമുറയ്ക്ക് വാഴ്ത്തുന്നു. ഞങ്ങളുടെ ഭാരമേറിയ അവസരം ഒക്കെ ലഭിച്ച് ഇന്ന് വെറും കൈയോടല്ല ഞങ്ങൾ പോകുന്നത്. ഇത്രയും താഴ്മയോടെ അടിയങ്ങളെ യാചിക്കുന്നു. ഉപയോഗം കേട്ട് അവിടെ ഉത്തരവാദിമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്താട്ടെ. ദൈവം നമ്മളെ ഇന്ന് പകൽ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്താട്ടെ. ദൈവം തന്ന വിടുതലോർത്ത് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ നിത്യത കാത്തു സൂക്ഷിപ്പാൻ കൃപ തരുന്നതോർത്ത് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാകും യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും ഉണ്ടായിരുന്നു. നാം പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ പ്രത്യുത ഇന്ന് പകൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെ മേലും, ദൂരത്ത് ഈ തിരുവചനം ശ്രവിച്ച ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ ദൈവമക്കളുടെ മേലും ഇന്ന് പകൽ നമ്മൾ പ്രാപിച്ച സകല വിടുതലിന്റെ മേലും പ്രത്യേക വേർപാടിൻ കർത്താവിന്റെ ഐക്യമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ ആമേൻ ആമേൻ. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനവും നന്ദി അറിയിക്കും. ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം ഉണ്ടാകും. ആദ്യം
സൂമിലുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ശേഷം ഇവിടെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സമയം കൊണ്ട് ഈ പാ ഒന്ന് മടക്കി നിങ്ങള് പായ ഒന്ന് മടക്കി മാറ്റി ചെയർ